ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ടുള്ളത് പതിവ് പോലെ കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം. മഴക്കാലത്ത് തീപ്പെട്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ തണുപ്പ് തട്ടിയിട്ട് തണുത്ത് പോവാറുണ്ട്, കത്താതെ വരാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ബലൂൺ എടുത്തിട്ടുണ്ട്, അതിനുള്ളിലേക്ക് 8-10 തീപ്പെട്ടി കൊള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊള്ളിയെല്ലാം മടിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ തീപ്പെട്ടി കൊള്ളി വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതും കൂടി കട്ട് ചെയ്ത് ആ ബലൂണിന് ഉള്ളിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നല്ല പോലെ ഒന്ന് മുക്കി പിടിച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ബലൂണൊന്ന് തുടച്ച് അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ തീപ്പെട്ടി കൊള്ളി ഒന്ന് എഴുതി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും, പെട്ടെന്ന് എനിക്കത് കത്തി കിട്ടിയിട്ടുണ്ട്. ഈ ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി രണ്ടാമത്തെ ടിപ്പിലോട്ട് പോകാം. എത്ര അഴുക്ക് പിടിച്ച ബാത്റൂമും സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇരുമ്പും പുളിയാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കല്ലുപ്പും ഇരുമ്പും പുളിയും അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു തിക്ക് പേസ്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മുടെ വീട് മുഴുവൻ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഈ അരച്ചെടുത്തൊരു സൊല്യൂഷൻ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ബാത്റൂമിൽ ഞാൻ കുറേശ്ശെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ സോപ്പോ ലിക്വിഡോ ഒന്നും വേണ്ട, എത്ര കഴ പിടിച്ച ബാത്റൂം നിമിഷ നേരം കൊണ്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രഷ് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സ്ട്രെസ് ചെയ്തിട്ട് നമ്മളെ കൈ വേദനിക്കുന്ന രീതിയിലൊന്നും അരച്ചെടുക്കണ്ട. ജസ്റ്റ് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ടൈലിലുള്ള കറിയൊക്കെ പോയി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന അഴുക്കെല്ലാം എനിക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു സൊല്യൂഷൻ്റെ കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഫ്ലോർ ടൈലിൻ്റെ എല്ലാ ഭാഗവും ബ്രഷ് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ടൈലൊക്കെ എനിക്ക് നല്ല രീതിയിൽ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ബാത്റൂം ഇതുപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എന്നും നമ്മുടെ ബാത്റൂം പുതുപുത്തനായിട്ട് തന്നെ നിൽക്കും. മാത്രമല്ല ഒരുപാട് ക്യാഷ് മുടക്കിയിട്ട് ഫ്ലോർ ക്ലീനറോ ബാത്റൂം ക്ലീനറോ ഒന്നും നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ഇരുമ്പുപുളി വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ഇത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 2 പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാത്രമാണ്. ഒന്ന്, നമ്മൾ പച്ചക്കറികളൊക്കെ തൊലിക്കാനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് എടുക്കാറുള്ളത്. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ വെജൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റ് ഒഴിവാക്കാനും ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പാത്രം യൂസ് ചെയ്യൽ. അതൊരു പ്രാവശ്യം കഴുകി വെച്ച സമയത്ത് മോനൊന്ന് ചവിട്ടിയിട്ട് പൊട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതാ നമുക്കതിനായിട്ട് ആവശ്യമുള്ളത് തെർമോക്കോളാണ്. ആ 2 ആവശ്യത്തിനും ഇത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിൽ തന്നെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. 2-3 ഭാഗത്തായിട്ടാണ് പൊട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു പീസ് തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇത്രയും തെർമോക്കോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു പാത്രം നല്ല രീതിയിൽ പൊട്ടിയത് കൊണ്ട് തന്നെ കുറച്ചധികം തെർമോക്കോൾ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒട്ടിക്കാനെടുക്കുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തുടച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഓൾറെഡി കഴുകി ഡ്രൈ ആക്കി വെച്ചതുകൊണ്ടാണ് തുടച്ചെടുക്കാത്തത്. അതിന് ശേഷം ഈ പാത്രം ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം പൊട്ടിയ ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുക. ഒരേ ലെവൽ ചെയ്തിട്ട് വേണം പിടിക്കാനായിട്ട്. ഞാൻ ആദ്യം ഒട്ടിക്കാൻ പോകുന്നത് ആ നടുക പൊട്ടിയിട്ടുള്ള വലിയ പൊട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഞാൻ ആക്കി കൊടുക്കുന്നത് ഫ്ലെക്സ് കിക്കാണ്. അതിന് ശേഷം തെർമോക്കോളിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി കൊടുക്കുന്നുണ്ട്. അത് ആ പൊട്ടിയ ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഫ്ലെക്സ് കിക്ക് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ തെർമോക്കോൾ നന്നായിട്ട് തന്നെ ഉരുകി ആ ഒരു വശത്ത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പൊട്ടുള്ള ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കണം.
മാത്രമല്ല പൊട്ടുള്ള ഭാഗം നമ്മൾ ലെവൽ ചെയ്തിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടി കിട്ടുള്ളൂ. ഫ്ലെക്സ് കിക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിലൊക്കെ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനാണ് ഞാനൊരു ഈർക്കിളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു മക്കളൊക്കെയുള്ള വീടുകളിലൊക്കെ ഫ്ലെക്സ് കിക്ക് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ മക്കളുടെ കയ്യെത്താത്തിടത്ത് തന്നെ അത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിതാ വലിയൊരു പൊട്ടിൻ്റെ 1/4 ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ടോപ്പ് ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാനിത് കുത്തനെ പിടിച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിൻ്റെ ഉൾവശം നിങ്ങൾക്ക് കാണിച്ചു തരാം. നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വളഞ്ഞ് പൊട്ടിയതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാനിത് ഇതേപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ ഒത്തിരി സമയമൊന്നും നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ സെറ്റായി കിട്ടാനും വളരെ എളുപ്പമാണ് കേട്ടോ. ഫ്ലെക്സ് കിക്കൊക്കെ അപ്ലൈ ചെയ്ത് തെർമോക്കോൾ വെച്ച് അതൊന്ന് ഉരുകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വശം നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടും. നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുക്കുന്ന പാത്രം എന്നാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒട്ടിച്ചെടുക്കരുത്. കാരണം അത് നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാനിത് 2 യൂസേജ് മാത്രമാണ് എനിക്ക് ഒരു പാത്രം വെച്ചിട്ടുള്ളത്. പച്ചക്കറിയുടെ വേസ്റ്റ് ഇടാനും അതല്ലെങ്കിൽ ഉള്ളിയൊക്കെ തൊലിക്കുന്ന സമയത്തൊക്കെയാണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ച പോലെയാണെങ്കിൽ എനിക്ക് ആ 2 യൂസേജിനും ഈ ഒരു പാത്രം പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതാ ഇത് മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല രീതിയിൽ എനിക്കത് ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു യൂസേജിനൊക്കെ എനിക്കിത് തന്നെ ധാരാളം മതി. ഒട്ടിയ ഭാഗത്ത് പുറം ഭാഗം മാത്രമേ ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾവശത്തും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് നിന്നോളും. ഞാനിതിൻ്റെ ഉൾവശത്ത് ചെയ്തിട്ടില്ല. എനിക്ക് പുറം ഭാഗത്ത് ചെയ്തുകൊണ്ട് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒട്ടിച്ച പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് അത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു പാത്രം ഒന്ന് പൊക്കി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പോലും ഒരിറ്റ് വെള്ളം പോലും അതിൽ നിന്ന് ലീക്ക് ആവുന്നില്ല. 10 മിനിറ്റ് ഞാനത് ഒരു തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും തട്ടിലൊന്നും ഒട്ടും വെള്ളം ലീക്കായിട്ട് വന്നിട്ടില്ല. നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പാത്രമാണ് ഈ ഒരു രീതിയിൽ തെർമോക്കോൾ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ പൊട്ടിയതുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.